മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീറ്റെയിലേഴ്സ് ബേസിക് ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ഏതൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇവർ പാസ്റ്റിൽ എന്ത് പെർഫോം ചെയ്തു എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്തു, അതിന് മുമ്പിലത്തെ വർഷം എന്ത് ചെയ്തു, ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അപ്പോൾ കമ്പനിയുടെ ലെഗസി എന്താണ്, കമ്പനി കുറേ വർഷങ്ങളായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു വലിയ കമ്പനിയാണ്. ആ ഒരു നറേറ്റീവിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് നമ്മൾ ഭൂരിഭാഗം പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഓൾറെഡി പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ആൾക്കാർ മാർക്കറ്റ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ മുന്നിലേക്ക് നോക്കിയിട്ടാണ്. ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നുള്ള കാര്യമാണ് മാർക്കറ്റിൽ അറിയേണ്ടത്. ഫ്യൂച്ചറിൽ ഈ കമ്പനികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഈ പാസ്റ്റിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊക്കെ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കാണ്. നമ്മൾ ഈ പാസ്റ്റിൽ നല്ല കമ്പനികളാണ്, കഴിഞ്ഞ വർഷം ഈ രീതിയിൽ ഗ്രോ ചെയ്തു, ഇത്രയും ബാറ്റ് ഗ്രോത്ത് വന്നു, അങ്ങനെ വന്നു, അല്ലെങ്കിൽ ചാർട്ടിൽ ഈ രീതിയിൽ പെർഫോം ചെയ്തു, സോ അതുകൊണ്ട് ഒരു കമ്പനി ഇനിയും പെർഫോം ചെയ്യുന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് എപ്പോഴും വരാറുണ്ട്. സോ ഈ പാസ്റ്റിനെ നോക്കുന്ന നിർത്തിയിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കി തുടങ്ങിയ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാനേജ്മെന്റ് ഗൈഡൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാറ്, അല്ലെ ഫോർവേഡ് പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാറ്, അല്ലെ ഫോർവേഡ് പി വെച്ചിട്ട് പെഗ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.